അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മാജിക് ഹെൽത്ത് കെയർ വീഡിയോ ആണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാൻ ഇവിടെ മുക്കുറ്റിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ചെടിയാണ് മുക്കുറ്റി. ഈ ഒരു ചെടി പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ്. ദശപുഷ്പങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുക്കുറ്റി. മുക്കുറ്റിയുടെ എല്ലാ ഭാഗവും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. മുക്കുറ്റിയുടെ ഇല അരച്ച് വേരൽ കലക്കി കുടിച്ച വയറിളക്കം ശമിക്കും. പോലെ തന്നെ സ്ത്രീകൾക്ക് വരുന്ന ബ്ലീഡിംഗ് ഒക്കെ മാറിക്കിട്ടുന്നതിനും അലർജി, ചുമ, ജലദോഷം, ആസ്മയ്ക്കും മുറിവ് ഉണങ്ങുന്നതിനും എല്ലാം മുക്കുറ്റി നല്ലതാണ്. നല്ലൊരു വിഷസംഹാരിയാണ്. തേള്, പഴുതാരം ഒക്കെ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് അരച്ചിട്ടാൽ കിട്ടും. മുക്കുറ്റി എണ്ണ കാച്ചി തേക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി വളരാനും സഹായിക്കും. അതുപോലെ തന്നെ മൈഗ്രെയിൻ പോലുള്ള തലവേദന, മൂക്കിലെ ദശ മാറിക്കിട്ടാനൊക്കെ നല്ലതാണ്. ഇതിന്റെ വേര് തൊട്ട് പൂവരുള്ള എല്ലാ ഭാഗങ്ങളും ഔഷധ ഗുണമുള്ളതാണ്. കരിക്കിൻ വെള്ളത്തിൽ മുക്കുറ്റി അരച്ച് ചേർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ്മയ്ക്കും അലർജിക്കും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ശരീരത്തിലെ വാതപിത്ത കഫ ദോഷങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് മുക്കുറ്റി. ധാരാളം മുടി വളരുന്നതിനും കറുത്ത മുടി ഉണ്ടാകുന്നതിനും മൈഗ്രെയിൻ പോലുള്ള തലവേദന ഒക്കെ മാറിക്കിട്ടുന്നതിനും ഈ മുക്കുറ്റി വളരെ നല്ലതാണ്. എണ്ണ കാച്ചി തേക്കുന്നത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എണ്ണ കാച്ചുന്ന ഒരു വീഡിയോയിൽ ധാരാളം മുക്കുറ്റി ഇലയും കൂടെ അരച്ചിട്ട് ആണ് എണ്ണ കാച്ചി കാണിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നത് 2 രോഗങ്ങൾ മാറുന്നതിനുള്ള നാട്ടുമരുന്നുകളാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ മുക്കുറ്റിയുടെ പൂവ് ഉൾപ്പെടെ വേരോട് കൂടിയാണ് എടുക്കുന്നത്. എല്ലാം ഔഷധ ഗുണം ഉള്ളതാണ് മുക്കുറ്റിയുടെ എല്ലാ ഭാഗങ്ങളും എടുക്കാവുന്നതാണ്. പൂവ് ഉൾപ്പെടെ ആ വേരോട് കൂടി എല്ലാം എടുക്കാവുന്നതാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ആദ്യം തയ്യാറാക്കുന്ന നാട്ടുമരുന്ന് പെട്ടെന്ന് പ്രമേഹം മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നാട്ടുമരുന്നാണ് ആദ്യം കാണിക്കുന്നത്. അത് മുക്കുറ്റി വെച്ചിട്ടാണ്. അതിൽ പ്രത്യേകിച്ച് വേറെ മരുന്നൊന്നും ചേർക്കുന്നില്ല, മുക്കുറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുക്കുറ്റിയാണ് എടുത്തിട്ടുള്ളത്. 4 മുക്കുറ്റി ആ വേരോട് കൂടി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല, മുക്കുറ്റി മാത്രം മതി. അപ്പോൾ പൂവും വേരും എല്ലാം എടുക്കുകയാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം, വേണ്ടാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത മുക്കുറ്റി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം, നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അപ്പൊ ഏതാണോ ഗ്ലാസ് എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഫ്ലെയിം ഓണാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ 2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്ത വെള്ളം വറ്റിച്ച് 1 ഗ്ലാസ് ആക്കി എടുക്കണം. ഇതിന്റെ എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിൽ ഇറങ്ങി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ. യഥാർത്ഥ സമയത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതിന് മുക്കുറ്റിയുടെ നീര് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ കുറച്ച് മുക്കുറ്റിയില അരച്ച് പാലിൽ കലക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വയസ്സാകുന്നതൊക്കെ മാറി യുവത്വം നിലനിർത്താൻ സഹായിക്കും. വയസ്സായ ആൾക്കാരൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ യൗവനം നിലനിർത്താൻ സഹായിക്കും ഈ മുക്കുറ്റി അരച്ച് പാലിൽ കഴിക്കുന്നത്. വെള്ളം വറ്റി 1 ഗ്ലാസ് ആയിട്ട് ഇതാ മാറിയിട്ടുണ്ട്. ഇത് നല്ല ചൂടാണ്. അപ്പൊ ചൂട് നല്ലതുപോലെ ഒന്ന് മാറിക്കിട്ടണം. മൂടി വെച്ചു കൊടുക്കാം. മുക്കുറ്റി കൊണ്ട് അടുത്തതായിട്ട് വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട് ഉടനടി മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഗ്രാമ്പുമാണ്. ഗ്രാമ്പു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അണുബാധ തടയാനും അതുപോലെ ജലദോഷവും ചുമയും വേഗത്തിൽ സുഖപ്പെടുത്താനും ഒക്കെ ഗ്രാമ്പിന് കഴിവുണ്ട്. ദഹന പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതിനും ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അതുപോലെ ഗ്രാമ്പു കൊളസ്ട്രോളിന്റെയും ഗ്ലൂക്കോസിന്റെയും അളവ് നിയന്ത്രിച്ച് നിർത്താനും സഹായിക്കും. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ ഗ്രാമ്പൂലുണ്ട്. ഗ്രാമ്പ് എടുക്കുന്ന സമയത്ത് പൂവില്ലാതെ ഇരിക്കുന്ന ഗ്രാമ്പു ഉണ്ടല്ലോ, അത് എടുക്കരുത്. പൂവോട് കൂടിയിട്ടുള്ള ഗ്രാമ്പുമാണ് നമുക്ക് വേണ്ടത്. 10 എണ്ണമാണ് വേണ്ടത്. അടുത്തതായിട്ട് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ കുരുമുളകാണ്. മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിന് മുതൽ ദഹനം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ കുരുമുളക്. ശരീരത്തിലെ കൊഴുപ്പ് മാറ്റി ശരീരഭാരം നിയന്ത്രിക്കുകയൊക്കെ ചെയ്യും. ഇത് ജലദോഷം, വിട്ടുമാറത്ത ചുമയൊക്കെ ഉടനടി പരിഹാരം കിട്ടുകയും ചെയ്യുന്ന ഒന്നാണ് കുരുമുളക്. കുരുമുളകിന്റെ ഉപയോഗം ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ആന്റി ഓക്സിഡന്റുകൾ ആരോഗ്യമുള്ളതും തിളക്കമുള്ളതുമായ ചർമ്മം കിട്ടുകയൊക്കെ ചെയ്യും. തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിലെ അണുബാധകളിൽ നിന്ന് സംരക്ഷിച്ച് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒട്ടനവധി ഒരുപാട് ഗുണങ്ങൾ ഈ കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഉണക്കിയതല്ല, നല്ല പച്ചയോട് കൂടിയിട്ടുള്ള ഇഞ്ചിയാണ് വേണ്ടത്. ഇഞ്ചിക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. ചുമ, ജലദോഷം എന്നിവയ്ക്കെതിരെ പോരാടാനും അതുപോലെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇഞ്ചി നല്ലതാണ്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ജലദോഷം, ചുമ തുടങ്ങിയ അണുബാധകൾക്കെതിരെ പോരാടുന്നതിനും ഇഞ്ചിക്ക് ഒരുപാട് കഴിവുണ്ട്. അതുപോലെ തന്നെ ചുമയും ജലദോഷവും ഒക്കെ ഭേദമാക്കാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഇഞ്ചി. വയർ സംബന്ധമായ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിനും ഒക്കെ നല്ലതാണ് ഇഞ്ചി.
ഒരു പാൻ ചൂടാക്കുക. ഇതിലേക്ക് 10 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. എത്രയാണോ ഗ്രാമ്പു എടുത്തത് അതിന്റെ ഇരട്ടിക്കാണ് നമുക്ക് കുരുമുളക് എടുക്കേണ്ടത്. 20 കുരുമുളകാണ് വേണ്ടത്. ഇത് രണ്ടും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൽ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാൻ പാടില്ല. വെറുതെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന്റെ നിറമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചൂടാണ്. അതിന്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി അതിന്റെ തൊലിയൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ അത് ഇഞ്ചിയും ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് മുക്കുറ്റിയാണ്. മുക്കുറ്റി ഞാനിവിടെ 4 ചെറിയ മുക്കുറ്റിയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിൻ്റെ തണ്ടും വേരും ഇലയും പൂവും ഒക്കെ എടുക്കാവുന്നതാണ്. വലിയ മുക്കുറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണം എടുത്താൽ മതിയാകും. ഇത് ചെറുതായതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിട്ടുള്ളത്. 4 5 ഒക്കെ എടുക്കാം. ഇനി മുക്കുറ്റി നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മുക്കുറ്റി നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതാ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ഇടികല്ല് എടുക്കുക. നല്ലോണം കഴുകി വൃത്തിയാക്കി ഡ്രൈ ആയിട്ടുള്ള ഒരു ഇടികല്ല് ഇതായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചൂട് മാറിയ കുരുമുളകും അതുപോലെ തന്നെ ഗ്രാമ്പും ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കുക. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് ഇഞ്ചി നമ്മൾ ചൂടാക്കി വെച്ചിട്ടില്ല. അതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കാം. ഇതാ ചതച്ചെടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്ററിൽ വെച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ട് അതിന്റെ നീര് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയുടെ നീര് വേണമെന്നുണ്ടെങ്കിൽ പിഴിഞ്ഞെടുക്കാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇഞ്ചി ചതച്ചതിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ലേ മുക്കുറ്റിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇടിച്ച് ഇതിന്റെ നീരെടുക്കണം. അപ്പൊ നല്ലതുപോലെ അത് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഇടിച്ചെടുക്കുക. ഇനി ഇടിച്ചെടുത്ത മുക്കുറ്റിയും ഇഞ്ചിയും നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയിലിട്ട് ഒന്ന് മുറുക്കി പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതാ മുറുക്കി പിഴിഞ്ഞൊരു ബൗളിലേക്ക് അതിൻ്റെ നീര് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞളാണ്. മഞ്ഞളിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ക്യാൻസർ വരുന്നത് തടയാൻ പോലും മഞ്ഞളിന് കഴിവുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിനോയിഡുകൾ അണുബാധ സംബന്ധമായ രോഗങ്ങൾക്കും അസുഖങ്ങൾക്കൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും. ഇതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. കെമിക്കൽ അടങ്ങിയ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കരുത്. നമ്മൾ വീട്ടിൽ കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിപ്പിച്ചിട്ടെടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടി എടുക്കുകയോ അല്ലെങ്കിൽ കെമിക്കലൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് കടയിൽ വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ മഞ്ഞൾപ്പൊടി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചില്ലേ ഗ്രാമ്പു കുരുമുളക്, ഇത് മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ചധികം കുരുമുളകും ഗ്രാമ്പും ഒക്കെ റോസ്റ്റ് ചെയ്ത് പൊടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ കഫക്കെട്ടും ചുമയൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മരുന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേനാണ്. നല്ല ശുദ്ധമായിട്ടുള്ള തേന് വേണം എടുക്കാൻ. ധാരാളം പോഷകങ്ങളും ധാതുക്കളും വൈറ്റമിനുകളും തേനിൽ അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റ് അടങ്ങിയ തേനിന് തൊണ്ടവേദന, ജലദോഷം എന്നിവയെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ആന്റിബയോട്ടിക് കൂടിയാണ് തേന്. തേനിലുള്ളത് സ്വാഭാവികമായിട്ടുള്ള മധുരമായതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് പോലും കഴിക്കാവുന്നതാണ്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പൊ തേന് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ആണ്. ഇതിൽ നിന്നും 1 ടീസ്പൂൺ തേന് ഇതിലേക്ക് അങ്ങ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 1 2 ടീസ്പൂൺ എടുത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണോ തേൻ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. റെഡിയാക്കി എടുക്കുക. ഇനി വേറൊന്നും ഇതിൽ ചേർക്കാനില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് അരിച്ച് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ മുക്കുറ്റി എന്ന് പറയുന്നത്. അത്ര വലിയ നല്ല പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് മുക്കുറ്റി. ഒട്ടനവധി രോഗങ്ങൾ മാറ്റിയെടുക്കാൻ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് മുക്കുറ്റി. ഷുഗറൊക്കെ 300-ൽ നിന്ന് നമുക്ക് 90-ലേക്ക് കുറയ്ക്കാൻ പറ്റും. ഇന്ന് പ്രമേഹ രോഗം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നവരാണ്. ഒരുപാട് മരുന്നൊക്കെ കഴിച്ച് വളരെയധികം ബുദ്ധിമുട്ടുന്നവരാണ് മിക്ക ആളുകളും.
തുടർച്ചയായിട്ട് ഒരാഴ്ച കുടിച്ചിട്ട് നിങ്ങൾ ബ്ലഡ് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എത്രമാത്രം ഷുഗർ കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത്ര അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് തരുന്ന ഒന്നാണ് ഈ മുക്കുറ്റി ഇട്ട് തിളപ്പിച്ച വെള്ളം. വേറൊന്നും വേണ്ട, മുക്കുറ്റി മാത്രം മതി. നമ്മുടെ വീട്ടിൽ നട്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ മുക്കുറ്റി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പ്രമേഹത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. കുറ്റിയിട്ട് തിളപ്പിച്ച് കുടിക്കുമ്പോൾ നമുക്ക് പ്രമേഹരോഗത്തിന് വേറെ മരുന്നൊന്നും കഴിക്കേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ഒന്ന് കുടിച്ചു നോക്കുക. എന്നിട്ട് ബ്ലഡ് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും, അത് ഉറപ്പാണ്. ഞാൻ കാണിച്ച 2 നാട്ടുമരുന്നുകൾ, മുക്കുറ്റി വെച്ചിട്ട് ഞാൻ കാണിച്ച 2 നാട്ടുമരുന്നുകളും പ്രമേഹ രോഗം മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുക്കുറ്റിയിട്ട് തിളപ്പിച്ച വെള്ളം വെറും വയറ്റിൽ ചെറിയ ചൂടോടുകൂടി കുടിക്കുക. രണ്ടാമത് തയ്യാറാക്കിയ കഫം ചുമ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നാട്ടുമരുന്നാണ്. അതും നമ്മൾ വെറും വയറ്റിലാണ് 1 ടീസ്പൂൺ വെച്ച് കഴിക്കേണ്ടത്. എല്ലാ കഫക്കെട്ടും ചുമയും ഉണ്ടെന്നുണ്ടെങ്കിൽ 3 നേരം ഓരോ ടീസ്പൂൺ വെച്ച് കഴിക്കുക. കുറച്ചധികം ഗ്രാമ്പും കുരുമുളകും മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കഫക്കെട്ടും ചുമയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മരുന്ന് റെഡിയാക്കി കഴിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2 വീഡിയോയും വളരെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പം നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്